ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കണ്ടാവും. അത് വെച്ചൊരു സംഭവം ഉണ്ടാക്കാം. വേറെ ഒന്നല്ല, ഒരു ഫോട്ടോ ഫ്രെയിം. കാർഡ്ബോർഡ് ഒരു ഫ്രെയിം പോലെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് കട്ട് ചെയ്യാൻ നോക്കുക. എന്നിട്ട് ബാലൻസ് വന്ന കാർഡ്ബോർഡ് എടുത്തിട്ട് അതിൽ 2-3 ചെറിയ പടം വരയ്ക്കാം. ഞാനിവിടെ ഒരു ബോയും ഒരു കോഫി കപ്പും പിന്നെ സ്പാർക്കിൾസുമാണ് വരച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ പോലെ ഇഷ്ടമുള്ള പടങ്ങൾ വരച്ചു കൊടുക്കാം. വരയ്ക്കുമ്പോൾ ആ ഫ്രെയിമിന് ചുറ്റും ഡെക്കറേറ്റ് ചെയ്യാനുള്ള രീതിക്ക് അത്രയും വലുപ്പത്തിൽ മാത്രം വരയ്ക്കാൻ പാടുള്ളൂ. ഓവറായിട്ട് വലുതാവാനോ ഓവറായിട്ട് ചെറുതാവാനോ പാടില്ല. ഇനി അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത ആ പീസസ് നമുക്ക് ഇനി ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം. എല്ലാത്തിൻ്റെയും ബോർഡറായിട്ട് ഞാനൊരു ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. അതൊരു ക്യൂട്ട്നെസ് വരാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. എന്നിട്ട് 3 പീസ് കാർഡ്ബോർഡ് ഇതുപോലെ വെട്ടിയിട്ട് ഫ്രെയിമിൻ്റെ ബാക്ക് വശത്ത് ഒട്ടിച്ചു കൊടുക്കുക. അടിയിലും 2 സൈഡിലും ആയിട്ട് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് ചാംസ് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഫ്രെയിം നമ്മൾ ഒട്ടിച്ചില്ലേ, അതിൻ്റെ മുകളിൽ ഒരു പേപ്പർ വെച്ചിട്ട് ഗ്ലൂ ചെയ്ത് കൊടുക്കുക. മുകൾ വശത്ത് മാത്രം ഒട്ടിച്ചു കൊടുക്കരുത്. ആ 3 ഫ്രെയിമിൽ മാത്രം നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പം നമ്മൾ ഒട്ടിച്ച പേപ്പറിൻ്റെ കോർണേഴ്സ് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാതെ ഇതുപോലെ. അപ്പം നമ്മുടെ ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് നമ്മളൊരു ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കി കഴിഞ്ഞു. ചെയ്യുമ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഫോട്ടോസൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് നമുക്ക് മാറ്റി മാറ്റി വെക്കാൻ പറ്റിയ ഫ്രെയിമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.